ഈ ഷിപ്പില് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാകുന്ന സംഭവം എന്താ അറിയോ? നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് സൈൻ ഓഫ് ചെയ്ത് പോകുമ്പോഴായിരിക്കും എന്തോ ഒരു എന്തോ ഒരു ഫീലാണ് നേരത്തെ സങ്കടം. ഇത്രയും ദിവസം ഒരുമിച്ച് ഇപ്പൊ ഡ്യൂട്ടി ചെയ്യുന്ന വാച്ച് ചെയ്യുന്ന അപ്പൊ എന്തിനും ഒരുമിച്ചായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സ്പെഷ്യൽ ആണ് അവന്. ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും എല്ലാം ഉള്ളൊരു ആളായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ അത് പോകുമ്പോ എന്തായാലും പോയേ പറ്റൂ. ഇപ്പൊ ഒരു ദിവസം എന്തായാലും ഇപ്പൊ ഞാനും പോവും. അപ്പൊ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ എന്റെ ലൈഫിലാണ് എന്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ പോയ ആൾക്കാരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള സത്യം. ഞാൻ മുംബൈയിലൊക്കെ പണിയെടുക്കാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ സുഹൃത്തുക്കളൊക്കെ. അവരെല്ലാരും പറയും, എടാ ഞാൻ നാട്ടിലെത്തി കാണാട്ടോ, നമുക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് കാണാം. പക്ഷെ ഇവരാരും പിന്നെ ഒരു കോണ്ടാക്റ്റിലോ ഒരു നാട്ടിലോ അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല ലൈഫിൽ. അപ്പൊ അതൊരു ഇത് സംഭവമല്ലേ. നമുക്ക് ഇവര് പോയി കഴിഞ്ഞാൽ ഇനി പറച്ചിലൊക്കെ എങ്ങനെയാണ് എന്നോട്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും വിളിക്കട്ടാ നിന്നൊക്കെ പറയുമ്പോ എന്റെ മനസ്സിൽ ഇനി പറഞ്ഞു വിളിക്കുകയോ, ഓക്കെ എന്തായാലും നാശം പോവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഞാനും പോവും. ഏ, നമ്മള് ഏത് വഴിക്ക് പോയിക്കോട്ടെ, പക്ഷെ എന്തിന് പോയിക്കോട്ടെ, ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുന്ന എപ്പോഴും നല്ലതാണ്. നേരത്തെ എണീക്കുന്നു, നേരത്തെ ഒന്ന് ഒരുങ്ങിക്കണോ. നേരെ ഒരു ഫോട്ടോ പോലും എടുക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മളെല്ലാം പ്ലാൻ ചെയ്തത് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. എന്തിനാക്കാനാ, ഓൻ എപ്പോഴേക്കും അപ്പുറത്തെ ഷിപ്പ് പോയി എല്ലാവരോടും വർത്താനം പറയാനും സംസാരിക്കാനും. ഇപ്പോഴേക്കും ഇവിടെ മാനേജറും എത്തി. എല്ലാം എന്തായി പോയി പറയല്ലേ, ഗഡബഡിയായി പോയി. വേറെ സാരല്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരാളും കൂടി പോയി. എവിടെ വെച്ച് കാണുകയായിരിക്കും ഇൻഷാ അള്ളാ.